ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ സാഫഗോഡസ്. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ മലയാളത്തിലൊരു വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈത്തണിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് അതിൽ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ജാങ്കോ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പിന്നീട് ഞാൻ സൈബർ സെക്യൂരിറ്റിയിലോട്ട് സ്വിച്ച് ചെയ്ത ടൈമിൽ എനിക്കത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അഗെയിൻ ഐ എം കമ്മിങ് ബാക്ക് ടു ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇനി പൈത്തൺ ജാങ്കോ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് തന്നെ ഇനി മൂവ് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജാങ്കോൻ്റെ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഞാൻ അത് പെട്ടെന്നൊന്ന് ചെയ്യണതാണ് ഈ ഒരു വീഡിയോ. ഇപ്പം നമ്മൾ ചില വെബ് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് അങ്ങനെ രീതിയിൽ കാണാറുണ്ട് അല്ലേ? എന്നുവെച്ചാൽ നമ്മൾ നോർമലി ഒരു ഫോം രജിസ്റ്റർ ചെയ്യണതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ജാങ്കോന്റെ സോഷ്യൽ മീഡിയ ഒതന്റിക്കേഷൻ പാർട്ടാണ് നോക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനത് ലിങ്ക്ഡിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് ഈ ലിങ്ക്. അപ്പൊ അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്ന പ്രൊജക്റ്റിന്റെ കോഡുകൾ നിങ്ങൾക്ക് എൻ്റെ ഗിറ്റബിൽ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, ഈ ഒരു പ്രൊജക്റ്റ് മൊത്തം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കോഡ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൈൻ. അപ്പം ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഒരു കോൾ വരുന്നുണ്ട്, കയറാവോ? കുഴപ്പമില്ല. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഓൾറെഡി ഞാൻ പൈത്തണൊക്കെ ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. അതിൽ VNV എന്ന് പറഞ്ഞിട്ടൊരു വെർച്വൽ എൻവയോൺമെന്റ് ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വെയിറ്റ് ചെയ്യട്ടോ. നമ്മൾ ഫ്രം ബേസിക് തൊട്ട് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ പൈത്തൺ പഠിച്ച ടൈമിൽ. നിങ്ങൾക്ക് പൈത്തൺ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിലുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിൽ പോവാണെങ്കിൽ 1 സെക്കൻഡ്. ഓക്കെ, താഴോട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഏറ്റവും ഫസ്റ്റ് ഞാൻ തുടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റ് അതാണ്, A to Z പൈത്തൺ ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സ് എന്നല്ല, ആർക്ക് വേണമെങ്കിലും. കോർ പൈത്തണും അഡ്വാൻസ് പൈത്തണും അതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ അഗെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയായിരിക്കും, അത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് പൈത്തൺ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ വെർച്വൽ എൻവയോൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അത് ആക്ടിവേറ്റ് ചെയ്യണം. VNV VENV/script/activate.bat. അപ്പോൾ അതവിടെ എന്തായി, വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയി. ഇനി നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ. ഓക്കെ, ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. Django-admin സ്റ്റാർട്ട് പ്രോജക്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, SSO എന്ന് തന്നെ പ്രോജക്റ്റിന് പേര് കൊടുക്കുന്നു. ഓക്കെ, പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് സെർവർ റൺ ചെയ്യാം. പൈത്തൺ manage.py റൺ സെർവർ. ഓക്കെ, അതിനുള്ളിലോട്ട് കയറിയിട്ടില്ല, നമ്മൾ SSOനുള്ളിലോട്ട് കയറാം. ദെൻ സെർവർ റൺ ചെയ്യാം. ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ പൈച്ചാം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സെർവർ റൺ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാം. 127.0.0.1
8000 പോർട്ട്. അപ്പോൾ നമ്മുടെ ജാങ്കോ ഇവിടെ എന്തായിട്ടുണ്ട്, റൺ ആയിട്ടുണ്ട്. ഇത് പൈച്ചാമ ഓപ്പൺ ആവുന്നതാണ് അതിൻ്റെ മുകളിൽ. ഓക്കെ, ജാങ്കോ സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സോഷ്യൽ മീഡിയ ഒതൻറ്റിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് ഒരു പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജാങ്കോ ഓളോത്ത് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വേറെ പാക്കേജ് ഉണ്ട്, പൈത്തൺ സോഷ്യൽ ലോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാക്കേജ് ഉണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ജാങ്കോ ഓളോത്ത്. അപ്പോൾ ഇതിൽ നമുക്കിനി ഫേസ്ബുക്ക്, ഗൂഗിള്, ഗിറ്റബ് അങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയാസ് ഒക്കെയാണ് ഇതിലിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഞാൻ ഇതും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ ഓളോത്ത്. ഈ ഒരു കമാൻഡ് ഒന്ന് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യണം. ഞാനിത് സെർവർ റൺ ചെയ്തൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ആ ഒരു കമാൻഡ് കോപ്പി ചെയ്യില്ലേ, ആ ഒരു കമാൻഡ് കോപ്പി ചെയ്തത് ഞാനിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ലോഗ് ഔട്ട് ആയിട്ടില്ലേ. ഓക്കെ, പൈച്ചാമ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, പൈച്ചാമ ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ആവട്ടെ എന്തായാലും. നമുക്ക് ഇനി എടുക്കേണ്ടത് settings.py എടുക്കാം. ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ. ഈ settings.pyയിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് കണ്ടോ, ഇതിൽ നമുക്കൊരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കാം. django.contrib.sites, അയ്യോ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഇവിടെ കണ്ടോ ടെംപ്ലേറ്റ്സിൽ ഈ ഒരു കാര്യം കണ്ടോ, ഓളോത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സിൽ വന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം. കോപ്പി ആയില്ലേ, കോപ്പി പേസ്റ്റ്. ഓക്കെ ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വരാം. ഇവിടെ കണ്ടോ ഒതൻറ്റിക്കേഷൻ ബാക്കെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്, ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിവിടെ നമുക്ക് വേണമെങ്കിൽ താഴെ ആഡ് ചെയ്യാം. നമ്മൾ പുതിയത് ആഡ് ചെയ്യണത് താഴെ വന്നിട്ട് ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, താഴെ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ടോപ്പിലോട്ട് വന്നിട്ട് കുറച്ച് ഇൻസ്റ്റാൾഡ് ആപ്സിൽ ഇത് കണ്ടോ ഈ കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓളോത്ത്.അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളും കൂടി നമുക്ക് ഇൻസ്റ്റാൾഡ് ആപ്സിൽ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം കൂടി സോഷ്യൽ അക്കൗണ്ട്. ഓക്കെ, ഓപ്ഷണലാണ്, എന്നാലും നമുക്കതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര കാര്യങ്ങൾ ആഡ് ചെയ്തില്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഫൈൻ. നമുക്കിനി വേണ്ടത് ഏത് സോഷ്യൽ മീഡിയ ആണ് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് സോഷ്യൽ മീഡിയ ആണ് നമുക്കിതിൽ വേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഗൂഗിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഗൂഗിൾ എന്ന് കൊടുക്കാം. പിന്നെ അടുത്തത് വേണ്ടത് നമുക്കിപ്പോൾ 1 സെക്കൻഡ് ഞാനത് കോപ്പി ചെയ്യാം. ഓക്കെ, ഗൂഗിള്. അതേപോലെ നമുക്കിപ്പോൾ വേണ്ടത് ഫേസ്ബുക്ക് വേണം, അപ്പോൾ ഫേസ്ബുക്ക് എന്ന് കൊടുത്തു. അതേപോലെ എനിക്കിപ്പോൾ വേണ്ടത് ഗിറ്റബ് വേണം, ഗിറ്റബ് എന്ന് കൊടുത്തു. ഈ 3 കാര്യങ്ങൾ ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് നമുക്ക് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് site_id = 1 എന്ന് പറഞ്ഞിട്ടൊരു ID നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ settings.py ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് URL ആണ്. ഓക്കെ, ഇത് കോപ്പി ചെയ്യുക, urls.pyയിലോട്ട് വരാം, ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. ഈ ഇൻക്ലൂഡ് എന്നുള്ളത് നമുക്ക് എന്താക്കണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ദിസ് നെയിം Django URLs include. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ നമ്മൾ കോഡിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മളുടെ ഓളോത്ത് എന്തായി, ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, എൻ്റർ അടിക്കാത്തതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ശരി,
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് അടുത്ത സ്റ്റെപ്പ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. എന്താ ചെയ്യണ്ടേ? പോസ്റ്റ് ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് എന്താ വരുന്നത്? നമുക്ക് അതിനൊന്ന് മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഓളത്തൊക്കെ ആഡ് ചെയ്തതല്ലേ. അപ്പോൾ പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ മൈഗ്രേറ്റ്. അപ്പോൾ ഇതിൽ കുറച്ച് എറർ വന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് എറർ? നിങ്ങൾക്കിത് തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ എറർ കോപ്പി ചെയ്യുക, ChatGPT എടുക്കുക, ഈസി ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ആ എറർ അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിലൊരു മിഡിൽ വെയർ മിസ്സിങ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? മിഡിൽ വെയർ ലൊക്കേറ്റ് സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിലായിരിക്കും അതുണ്ടായിരിക്കുക. ആ ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത്. ഇതിൽ ലാസ്റ്റത്തെ ഒരു ലൈനായിട്ടാണ് വരുന്നുണ്ടാവുക. കണ്ടോ? ആഡ് ദിസ് ലൈൻ. ഈ ഒരു ലൈൻ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ മിഡിൽ വെയറിൻ്റെ അവിടെ. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തു. എന്നാലും നമുക്ക് എറർ ഉണ്ടാവും കേട്ടോ. ഇനിയും എറർ വരാനുള്ളത് തന്നെയാണ്. 2-3 എറർ ചിലപ്പോൾ വരും. അതെ, നോ മൊഡ്യൂൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ ഇല്ല എന്നാണ് പറയണത്. അതിന് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പിപ്പ് ഇൻസ്റ്റാൾ റിക്വസ്റ്റ്. ഓക്കെ, അഗെയിൻ റൺ ചെയ്യാം. ഇനിയും എറർ വരും. നോ മൊഡ്യൂൾ JWT. പിപ്പ് ഇൻസ്റ്റാൾ JWT. ഓക്കെ, അഗെയിൻ മൈഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈഗ്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കേട്ടോ കോപ്പി ചെയ്യുക, ChatGPT പേസ്റ്റ് ചെയ്യുക. അത് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെർവർ ഒന്ന് റൺ ചെയ്യാം. റൺ അല്ല, അതിന് മുന്നേ നമുക്ക് അഡ്മിൻ പാനൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഒരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പേര് അഡ്മിൻ എന്ന് കൊടുക്കണു. ഇമെയിൽ അഡ്രസ്സ് admin@gmail.com എന്ന് കൊടുക്കണു. പാസ്വേഡും അഡ്മിൻ കൊടുത്തു, കൊടുത്തു. ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെർവർ റൺ ചെയ്യാം. റൺ സെർവർ. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇനി ഇതിൽ 1 സെക്കൻഡ് 127/admin എന്ന് കൊടുക്കണം. അപ്പം അഡ്മിൻ പാനലിലോട്ട് വന്നു. ഞാൻ ആ യൂസർ നെയിം കൊടുത്ത് ലോഗിൻ ചെയ്യണം. ഓക്കെ, ഇതിലിപ്പോൾ യൂസേഴ്സിലാകെ ഈ ഒരു അഡ്മിൻ മാത്രമാട്ടോ കൊടുക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇവിടെ സൈറ്റ്സിലോട്ട് പോവാം. സൈറ്റ്സിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ഡീഫോൾട്ടായിട്ട് example.com എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് മാറ്റിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 127.0.0.1:8000 എന്ന് കൊടുക്കുക. ഇത് ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. സൈറ്റ്സ് നമ്മളൊന്ന് റീനെയിം ചെയ്തു. ഇനി ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റേഷനിലോട്ട് വരാം. ഇവിടെ നമുക്കിപ്പോൾ സോഷ്യൽ അക്കൗണ്ട്സിൽ പ്രൊവൈഡർ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും. അതൊന്ന് എടുക്കാം കേട്ടോ. അതിൽ താഴോട്ട് പോയോ, ഫോർ ഈച്ച് പ്രൊവൈഡർ സെപ്പറേറ്റ്ലി എടുക്കാം. അപ്പോൾ ഒരു പ്രൊവൈഡറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇതിൽ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കിനി ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ ഗൂഗിളിൻ്റെ നോക്കാം. ഗൂഗിളിൽ നമുക്ക് എന്താണ്, ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അതിനായിട്ട് ഗൂഗിളിൽ നമുക്കൊരു നോക്കട്ടെ, ഗൂഗിൾ എടുക്കട്ടെ കേട്ടോ. യെസ്, ഗൂഗിളിൽ എടുക്കണം. ഒരു കീ ഒബ്റ്റെയിൻ ചെയ്യണം. ഒരു കോഡ്, ഒരു API കീന്നോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് കോഡെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതിനായിട്ട് ഗൂഗിളിൻ്റെ ഡെവലപ്പർ കൺസോൾ എടുക്കുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സെലക്ട് പ്രൊജക്റ്റ് എന്നായിരിക്കും ഇവിടെ കിടപ്പുണ്ടായിരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ പ്രൊജക്റ്റിൻ്റെ പേര് SSO എന്ന് തന്നെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് SSOPROJ. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കണു. അപ്പോൾ അത് ലോഡാവും. ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
ഇത് നേരത്തെ ചെയ്തതാണ്. ഞാൻ ഒരു വട്ടം ചെയ്തതാണ് വീഡിയോ, പക്ഷെ ഓഡിയോ റെക്കോർഡായില്ല, അതാണ് ഇഷ്യൂ ഉണ്ടായത്. ഇനി ഇവിടെ സെലക്ട് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അതെ ഇവിടെ ഡീഫോൾട്ടായിട്ട് എന്ത് വന്നു, ഡീഫോൾട്ട് അല്ല സെലക്ട് ആയിട്ട് ഇത് വന്നു, SSO പ്രൊജക്റ്റ് എന്നുള്ളത് സെലക്ട് ആയിട്ട് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഇവിടെ കണ്ടോ ഓത്ത് കൺസെൻറ്റ് സ്ക്രീൻ എന്നുള്ളത്, അതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഇന്റേണൽ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ യൂസേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. ഐ മീൻ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ യൂസേഴ്സ് വിത്ത് നമ്മളെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക്, നമ്മൾ പുറമെ യൂസ് ചെയ്യുന്നതല്ലേ, ടെസ്റ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ എന്ന് കൊടുക്കണു, ക്രിയേറ്റ് കൊടുക്കണു. ഇനി ഇവിടെ നമുക്ക് ആപ്പിൻ്റെ പേര് കൊടുക്കാം. ആപ്പിൻ്റെ പേര് ഞാനിപ്പോൾ SSO എന്ന് തന്നെ കൊടുക്കണം. SSO എന്ന് തന്നെ കൊടുക്കണം. മെയിൽ ഐ ഡി ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി തന്നെ ചൂസ് ചെയ്യണം. എൻ്റെ മെയിൽ ഐ ഡി അല്ല, ഐ മീൻ ഈ അക്കൗണ്ടിൻ്റെ മെയിൽ ഐ ഡി. ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. ഇനി ആപ്പ് ഡൊമൈനിൽ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ആയതുകൊണ്ട് http://127.0.0.1:8000 എന്നുള്ളത് കൊടുത്തു. നോക്കട്ടെ, ഓക്കെ, സ്ലാഷ് ഇട്ടിട്ടില്ല അല്ലേ? ഓക്കെ, ഇനി പ്രൈവസി ലിങ്ക് ജസ്റ്റ് ഒരു ഡെമോ പേർപ്പസിന് വേണ്ടിയിട്ടാണ്, പ്രൈവസി എന്ന് കൊടുത്തു. /സർവീസ് എന്ന് കൊടുത്തു. ഈ പ്രൈവസിക്ക് ലാസ്റ്റ് ഒരു സ്ലാഷും കൂടിയും കൊടുക്കാം. ജസ്റ്റ് ഡെമോ ലിങ്കുകളാണ്, empty ആക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലാന്ന് തോന്നുന്നു. ഡെവലപ്പർ ഇമെയിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം. cybergoddessofficial@gmail.com എന്ന് കൊടുത്തു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് സ്കോപ്പുകൾ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ മെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ ഫോട്ടോയോ എന്തൊക്കെ വേണമെന്നുള്ളത്, അതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നില്ല, പകരം നമ്മൾ കോഡിൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം, പക്ഷെ നമ്മൾ കോഡിൽ എഴുതി കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തോ. ഇവിടെ ടെസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കുമല്ലോ, ലോഗിൻ ചെയ്ത് നോക്കാം പെർമിഷൻ കൊടുക്കുന്ന യൂസേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റിംഗ് മോഡിലാണല്ലോ, നമ്മൾ കംപ്ലീറ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ടെസ്റ്റിംഗ് മോഡിൽ വരുമ്പോൾ ഇങ്ങനെ സെർട്ടൻ യൂസേഴ്സിന് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയും അതേപോലെ ഡോക്ടർ നിമിഷ ഡേവിസ്, ഈ രണ്ട് മെയിൽ ഐ ഡിക്കാണ് ഞാൻ ആഡ് കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഈ രണ്ട് മെയിൽ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് ടു ഡാഷ്ബോർഡ് കൊടുക്കുക. ഇപ്പോൾ ടെസ്റ്റിംഗ് കഴിഞ്ഞു, എനിക്കിത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ പബ്ലിഷ് ചെയ്താൽ മതി കേട്ടോ, അപ്പോൾ എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ക്രെഡൻഷ്യൽസ് എടുക്കുക. നമുക്കൊരു കീ വേണമെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ആ ക്രെഡൻഷ്യൽസ് എടുക്കുക. ഇവിടെ ക്രിയേറ്റ് ക്രെഡൻഷ്യൽസ് കൊടുക്കാം. അതിൽ ഓത്ത് ക്ലയൻറ്റ് ഐ ഡി ചൂസ് ചെയ്യുക. അതിൽ അപ്ലിക്കേഷൻ ടൈപ്പ് വെബ് ആപ്ലിക്കേഷൻ എന്നുള്ളത് എടുക്കുക. ക്ലയൻറ്റ് പേര് ഡീഫോൾട്ട് തന്നെ കിടന്നോട്ടോ, കുഴപ്പമില്ല. ഇനി ഓതറൈസ്ഡ് ജാവാസ്ക്രിപ്റ്റ് ഒറിജിൻ എന്നുള്ളത് നിങ്ങൾ എന്താക്കുക, ഈ ഒരു ഇത് കൊടുക്കുക. ഇനി ഇത് കോപ്പി ചെയ്യാം. ഇനി ഇതിപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു അക്കൗണ്ടിൽ, ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊരു പേജിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ് ഇതിൽ കൊടുക്കുന്നത്. ഏത് പേജിലോട്ടാ, അതെങ്ങനെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫൈനലി ഫിൽ ഇൻ ദിസ് തിങ്, ഈ ഒരു സാധനം ഫില്ല് ചെയ്യുക. ഓതറൈസ്ഡ് റീഡയറക്റ്റ്, അത് ബൈ ഡീഫോൾട്ടായിട്ട് വരുന്ന സാധനമാണ്, അപ്പോൾ അത് തന്നെയാണ് നമ്മളിതിലും കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ക്ലയൻറ്റ് ഐ ഡിയും ക്ലയൻറ്റ് സീക്രട്ടും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി നമ്മൾ നമ്മുടെ തിരിച്ച് അഡ്മിൻ പാനലിലോട്ട് പോയിട്ട് ഇവിടെ സോഷ്യൽ ആപ്ലിക്കേഷൻസ് എന്ന് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് സോഷ്യൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതിൽ ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 3 എണ്ണമാണ് കൊടുത്തോക്കുന്നത്, അതിൽ ഗൂഗിളാണ് വേണ്ടത്.
ഇനി ഇവിടെ പേരിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ SSO എന്ന് പേര് കൊടുത്തു. ഇനി ഇതിൽ ക്ലയൻറ്റ് ID ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ക്ലയൻറ്റ് സീക്രട്ട് കോപ്പി ചെയ്തു, സീക്രട്ട് കീയുടെ അവിടെ പേസ്റ്റ് ചെയ്തു. വേറെ ഓക്കെ, ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ ചൂസൺ സൈറ്റിൻ്റെ അണ്ടറിൽ നമ്മുടെ ഡൊമൈൻ നെയിം വന്നു. വേറെ ഇനി ചേഞ്ച് ഒന്നുമില്ല. സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ SSO വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് എന്നിട്ടാന്ന് നോക്കട്ടെ, താഴോട്ട് വരാം. ഓക്കെ, ഈ ഒരു കാര്യം കണ്ടോ, ഇതൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ ഇത് മൊത്തം കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റിംഗ്സ് ഡോട്ട് PYയുടെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾക്കത് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ പ്രൊഫൈല് ഇമെയിലൊക്കെ നമുക്ക് സ്കോപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇത്. നമ്മൾ നേരത്തെ സ്കോപ്പ് ചൂസ് ചെയ്യാൻ തന്നില്ലേ, അപ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് പ്രൊഫൈലും ഇമെയിലും സ്കോപ്പിൽ ആക്സസ് കിട്ടണതാണ് ഇതിൽ കൊടുത്തു നോക്കുന്നത്. അതല്ലാതെ നമുക്ക് എന്താണ് ഇങ്ങനെ കൊടുക്കാം, സോഷ്യൽ അക്കൗണ്ട് ക്വറി ഇമെയിൽ മാത്രമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കാനായിട്ടും പറ്റും. ഓക്കെ, എൻ്റർ പ്രൊഫൈൽ എടുക്കാതെ ഇത് ഞാൻ കമൻറ്റ് ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കൊടുക്കാം, ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തുണ്ടായി, ഇവിടെ കൊടുത്തിട്ടുണ്ടായി ബൈ ഡീഫോൾട്ട് പ്രൊഫൈൽ സ്കോപ്പ് ഈസ് റിക്വസ്റ്റഡ് ആൻഡ് ഓപ്ഷണലി ഇമെയിൽ സ്കോപ്പ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ഓർ നോട്ട് സോഷ്യൽ അക്കൗണ്ട് ഇമെയിൽ ക്വറി ഈസ് എനേബിൾഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇമെയിൽ ആക്സസ് ചെയ്യേണ്ട രീതിയിലാണ് ഇത് കൊടുത്തു നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഓക്കെ, ഇനിയുള്ളത് അവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോജക്റ്റ് എന്തേ, ഓക്കെ ഇതല്ലേ URL /admin ഇനി പോകേണ്ടത്. ഓക്കെ, /admin ഈ ഒരു പേജിൽ, അഡ്മിൻ അല്ല സോറി, ലോഗിൻ എന്നുള്ളതിലോട്ടാണ് പോകേണ്ടത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. ഇതിലിപ്പോൾ ഓൾറെഡി ഓക്കെ ലോഗിൻ അല്ലല്ലേ, സോറി, account/login. ഫൈൻ account/login. ഇപ്പോൾ ഈ ഒരു പേജ് വന്ന് നോക്കണ്ടത്, ഇപ്പോൾ വന്ന് നോക്കുന്ന പേജ് ചെയ്താൽ പ്രൊഫൈൽ എന്നുള്ള പേജിലോട്ട് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ അഡ്മിനിൽ ലോഗ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ അഗെയിൻ account/login എന്നുള്ളൊരു പേജ് എടുക്കണം. അപ്പോൾ ഇതേ നമുക്കൊരു ലോഗിൻ പേജ് വന്നിട്ടുണ്ടോ, ഇവിടെ കണ്ടോ, ഓർ യൂസ് എ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ വന്നിട്ടുണ്ട്. ഇത് ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ്, നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ലോഗിൻ ചെയ്ത് നോക്കാം. ഗൂഗിൾ ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. നമ്മൾ കൊടുത്തു നോക്കുന്ന മെയിൽ ID സൈബർ ഗോഡസിൻ്റെ മെയിൽ ID ആണ്. സൈബർ ഗോഡസ് എന്നുള്ള മെയിൽ ID എടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് കോപ്പി ചെയ്യുക, ChatGPTയിൽ പേസ്റ്റ് ചെയ്യാം. ഈ എററും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. There you are encountering. Okay. ഓക്കെ, ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഞാൻ സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കോപ്പി പേസ്റ്റ് പിപ്പ് ഷോ. ഓക്കെ, പിപ്പ് പൈ JWT കാണുന്നില്ല എന്ന് പറയുന്നത്. ഫൈൻ, ഇതൊന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും വേറെ വേണോ? ഇല്ല, അത് മതി. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയോ, ആ ഒരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. റൺ സെർവർ കൊടുക്കണം. ഓക്കെ, ഇത് ലോഗിൻ ഫെയിൽഡായി. ആ എറർ വന്നതുകൊണ്ടാണ് ലോഗിൻ ഫെയിൽഡ് ആയത്. ഫൈൻ, ഞാൻ സൈനിലോട്ട് പോയി ഗൂഗിൾ കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു.
ഓക്കെ, സെവഗോഡസ് വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യണം. കണ്ടോ, കണ്ടിന്യൂ കൊടുത്തു. ഇപ്പം അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോയി, പ്രൊഫൈൽ എന്നുള്ളതിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോയി. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അഡ്മിനിലോട്ട് വന്നിട്ട് ഇവിടെ കണ്ടോ, യു ആർ ഒതൻറ്റിക്കേറ്റഡ് ആസ് നിമിഷ ബട്ട് യു ആർ ഓതറൈസ് ടു ആക്സസ്, യു ആർ നോട്ട് ഓതറൈസ് ടു ആക്സസ് എന്ന് വെച്ചാൽ ഞാൻ അഡ്മിൻ അല്ല, നിമിഷയാണ് ഞാൻ. അഡ്മിനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, അഡ്മിനായിട്ട് ഇവിടെ ലോഗിൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ യൂസേഴ്സിൽ പോയി നോക്കിയേ, ആ നിമിഷയുടെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. നിമിഷ എന്നുള്ളത് യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇത്ര ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. അത് അഡ്മിൻ അല്ല. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ സക്സസ് ആയി. ഫൈൻ. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തതിൽ ഫേസ്ബുക്ക്, ഗിറ്റപ്പ് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ടൊക്കെ വരാം. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് ഒരു തിരക്കിലാണ്, ഒരു മീറ്റിങ്ങിന് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ശരി, ബൈ, ഹാവ് എ നൈസ് ഡേ. പിന്നെ ഞാൻ ഗിറ്റബിൽ ഈ കോഡ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല, പകരം എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.